എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രീവിയസ് 2 റീഡിങ് ഞാൻ ആദ്യമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ മൂൺ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ലവേഴ്സിനുള്ളതും ഫാമിലീസിനുള്ളതും കപ്പിൾസിനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. നിങ്ങൾ ന്യൂ ലവാണ്, എക്സിസ്റ്റിംഗ് ലവാണ്, മാരീഡ് കപ്പിളാണ്, ചിലർക്കെങ്കിലും അതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? എല്ലാവരുടെയും ലൈഫ് പെർഫെക്റ്റ് അല്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഈ ന്യൂ മൂണിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും നിങ്ങളുടെ ലവ് ലൈഫിൽ? നിങ്ങളൊരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഓർക്കുക, ഇത് ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്, ഒരാളുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല. എങ്ങനെ റെസനേറ്റ് ചെയ്യുന്നു അത്രയും മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഇതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കരുത്. ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. ഓക്കെ, കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ റീഡിംഗ് തുടങ്ങാം. Divine, please give me guidance for my viewers who are in an existing relationship but are facing a third party situation. How will the next 15 days be for them as the impact of new moon? ന്യൂ മൂണിൻ്റെ ഇമ്പാക്റ്റ് മൂലം തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത 15 ദിവസം ന്യൂ മൂണിൻ്റെ ഇമ്പാക്റ്റ് അവരുടെ മേലെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. Death, 9 of Swords, King of Pentacles, 9 of Pentacles, Queen of Swords, the Sun, the Empress, and 5 of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 5 of Cups ആണ്. എന്തൊരു സങ്കടകരമായ സിറ്റുവേഷൻ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാർഡ്സും ഒന്ന് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഈ കാർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ. കാരണം ഇതൊരു സെൻസിറ്റീവ് ഏരിയ ആണ്, അതുകൊണ്ടാണ്. ക്ലാരിഫൈ ദ ഡെത്ത്. Please clarify the death. What is death card here? Please clarify the death. Knight of Wands and the Chariot. Clarify. 9 of Swords. Clarify. 9 of Swords. Clarify. 9 of Swords. Queen of Wands and 5 of Swords. Clarify. King of Pentacles. Responsibilities ഒരു തടസ്സമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ക്ലാരിഫൈ. King of Pentacles. The Empress. Knight of Cups. Clarify. 9 of Pentacles. Clarify. 9 of Pentacles. Okay. 9 of Cups and 6 of Cups. Clarify. Queen of Swords. Clarify. Queen of Swords. Queen of Cups, 2 of Cups. Clarify. The Sun.
Five of Cups and High Priestess. Clarify the Empress. Empress twice repeat ആയിട്ടുണ്ട് കേട്ടോ. എംപ്രസ് നമ്പർ 3 ആണ്. അവിടെ എനിക്ക് തോന്നുന്നു അത് തേർഡ് പാർട്ടി ഡെപിക്റ്റ് ചെയ്യുന്നതാണെന്ന്. 4 of Pentacles, 9 of Pentacles. Okay. Clarify. 5 of Cups. Clarify. 5 of Cups. Page of Swords and 9 of Swords. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, ഇതും കേസ് ബൈ കേസ് സിനാറിയോ ആണ്. എല്ലാവർക്കും ഉള്ളതല്ല. ഇത് ചിലത് മാരീഡ് കപ്പിളിനായിരിക്കും, ചിലത് നിങ്ങൾ ലവേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ ഇടയിൽ മൂന്നാമതൊരാൾ വന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ആവാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ഫാമിലി ആയിട്ട് വരുന്ന കേസുകളുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മാരീഡ് കപ്പിളായിരിക്കും, നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം, അത് ഫാമിലി ആയിരിക്കാം, പുറത്തുനിന്നുള്ള ഒരാളായിരിക്കും, ഏത് സിനാറിയോ വേണമെങ്കിലായിരിക്കാം. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷനിൽ ഒരു ക്ലോഷർ കൊടുത്തിട്ട് വളരെ പാഷനോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്രഥമ ദൃഷ്ടി അങ്ങനെ തന്നെയാണ്. പ്രഥമ ദൃഷ്ടി അല്ല, ക്ലാരിഫിക്കേഷനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമുക്ക് ഡെത്ത് കാർഡ് വെച്ചിട്ട് നമുക്കൊരു ക്ലോഷർ, ന്യൂ ബിഗിനിങ്, അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഓക്കെ, അതേപോലെ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്ന ഒരു സ്പീഡി ആയിട്ട് വരുന്ന, ഹൈ എനർജി ആയിട്ട് വരുന്ന, ഹൈ പാഷനേറ്റ് ആയിട്ട് വരുന്ന ഒരു ആളെയാണ് നമ്മൾ ഡിപിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ചാരിറ്റ് എന്ന് പറയുന്നതും മൂവ്മെൻറ്റിൻ്റെ കാർഡ് തന്നെയാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളുടെ സോഡിയാക്സ്, നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ സോഡിയാക്സ് ഒന്ന് പറഞ്ഞേക്കാം. അവിടെ ഡെത്തും ചാരിറ്റും ഉണ്ട്. ഓക്കെ, ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. ഓക്കെ, ചാരിറ്റ് വെച്ചിട്ട് ക്യാൻസർ, കർക്കിടക രാശി. സ്പോർട്സ് ഉണ്ട്, കപ്സ് ഉണ്ട്. എംപ്രസ് വെച്ചിട്ട് ടോറസ്, ഋഷഭ രാശി. മോൺസും ഉണ്ട്. പെൻഡക്കൽ ഒരെണ്ണം, ഒരു കാർഡേ ഉള്ളൂ. പെൻഡക്കൽസിൻ്റെ ആൾക്കാരാണ് ഏറ്റവും കുറവ് കേട്ടോ. പെൻഡക്കൽസ് വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇതിൽ വരും കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്പോർട്സിൻ്റെ എനർജി വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതും കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ട് പൈസസ് ആണ്, അതായത് മീനരാശി. ഓക്കെ, സൺ ഉണ്ട്, ലിയോ, ചിങ്ങരാശി. എല്ലാം ആയില്ലേ? എംപ്രസ് ഞാൻ പറഞ്ഞു, എംപ്രസിൻ്റെ കാർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് മനസ്സിലായല്ലോ. സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് നിങ്ങൾ ഈ സമയം വളരെ ആൻസൈറ്റി കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലായ്മയുണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്. തിരിച്ചും ഈ സിറ്റുവേഷൻ എന്താവും എന്ന് ആലോചിച്ച് നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ പ്രതി റെസ്പെക്റ്റും ഉണ്ട്, ഒരുപാട് റെസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഒരു സെപ്പറേഷനിലാണ്. നിങ്ങൾ ഈ സമയം സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ആ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ അവർ ആലോചിക്കുന്നത്, എനിക്ക് ഒരു വിജയം കയ്യിൽ കിട്ടിയിട്ട് ഞാനത് വിട്ട് കളഞ്ഞല്ലോ എന്നുള്ള റിഗ്രറ്റിൽ അവർ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ അവരുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിച്ചു, പക്ഷേ അവരത് കൈവിട്ട് കളഞ്ഞൊരവസ്ഥ, അത് ആലോചിച്ച് നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു അതായത് നിങ്ങളെപ്പോലെ ആളുമായിട്ട് റിലേഷനിൽ വന്നിട്ട് ആ റിലേഷൻ കൈവിട്ട് കളഞ്ഞല്ലോ എന്നുള്ളൊരു റിഗ്രറ്റാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഈ ചിന്തകളാണ് ഇവരെ ഇനിയത്തെ 2 ആഴ്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഈ 2 ആഴ്ചയിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും, ഒരു ക്ലോഷറായിട്ട്.
ഓക്കെ. രണ്ടാമത്തെ സിനാറിയോയിൽ അവർ നിങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ, നിങ്ങളെ അടുത്ത് തിരിച്ചു വന്നാൽ നിങ്ങളിനി എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഓർത്ത് വിഷമിക്കാനും. അടുത്ത സെറ്റ് കാർഡ്സ് വരുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ്, എംപ്രസ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് നിങ്ങളെ പ്രതി വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അതുമല്ല, കരിയർ വൈസ് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ. അവർ നിങ്ങളുടെ പ്രതി വളരെ അട്രാക്റ്റഡ് ആണ്. നിങ്ങളവരുടെ ലൈഫിലുള്ള എന്താ പറയുക, അവർ കണ്ടിട്ടുള്ള വൺ ഓഫ് എ ടൈപ്പ് പേഴ്സൺ ആണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലുക്സിലായാലും നിങ്ങളുടെ പെരുമാറ്റ രീതിയായാലും നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതായാലും മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം അവർ വളരെ ഇമ്പ്രസ്ഡാണ്. മനുഷ്യരാണെങ്കിൽ നിങ്ങളെപ്പോലെ ഇരിക്കണം എന്ന് ഒരു എക്സാമ്പിൾ പറയുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളെ ഹൈ റെസ്പെക്റ്റാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹവുമാണ്. ഓക്കെ. പക്ഷേ അവിടെ അവരുടെ ഫോക്കസ് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി അവരുടെ കരിയറിലേക്ക് ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, കരിയർ തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ. അതായത് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ ഫുൾ ടൈം അവർ ഫോക്കസ് ചെയ്യുന്ന കരിയറിലാണ്. മനസ്സിലായില്ലേ? പൈസ സമ്പാദിക്കുക അല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് കരിയറിൽ എന്തെങ്കിലും ഒരു പൊസിഷനിലെത്തണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറകെ, ഇപ്പോൾ ഒരു ബിസിനസ്സുകാരാണ്, അതിൻ്റെ പുറകെ ഓടുകയാണ്. വീട് ശ്രദ്ധിക്കാൻ സമയമില്ല അല്ലെങ്കിൽ റിലേഷൻ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ അതിൽ ഓവർ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളാണെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഒരു അപ്പോളജിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്നേഹത്തോടെ തന്നെ, കാരണം സ്നേഹമുണ്ട്, സ്നേഹം ഇല്ലായ്മ എന്നല്ല, അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. ഓക്കെ. പക്ഷേ അവരുടെ ഫോക്കസ് ആ ടൈമിൽ ഇതായി പോകുന്നത്, ഡൈവേർട്ടായി പോകുന്നത് അവരുടെ കരിയറിലേക്കാണ് അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്ന കാര്യത്തിലേക്കാണ്. ഫുൾ ടൈം അതിൽ കോൺസെൻട്രേറ്റഡ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അവരൊരു അപ്പോളജിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് 15 ഡേയ്സിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കേട്ടോ. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് 9 ഓഫ് പെൻഡിക്കിൾസ്, 9 ഓഫ് കപ്സ് ആൻഡ് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളെ പ്രതി ഒരുപാട് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. കാരണം നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് മുതലേ അറിയാവുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഇവരെ അറിയാം. പുതിയ ഒരു റിലേഷനൊന്നുമല്ല, നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം, പരസ്പരം നല്ല ബന്ധത്തിലുമാണ്. ഓക്കെ. ഇവർ നിങ്ങളെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചിന്തിക്കുന്നത്? കാരണം അവർ നോക്കുമ്പോൾ നിങ്ങൾ വളരെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുന്ന, സെൽഫ് ലവ് ചെയ്യുന്ന, സെൽഫായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന, അതേപോലെ നന്നായി സമ്പാദിക്കുന്ന, നിങ്ങൾ കരിയറിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഒരു സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങൾ സ്വയം പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം വളരെ കോൺഫിഡൻ്റ് ആയിട്ടും സ്വയം എന്താ പറയുക സെൻറ്റർ ചെയ്ത് നിങ്ങളെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ആ ഒരു റെസ്പെക്റ്റാണ് പിന്നീട് അട്രാക്ഷനായിട്ട് മാറിയിട്ട് നിങ്ങളോടൊരു സ്നേഹമായിട്ട് മാറിയത്. ആ ഒരു സ്നേഹം അവർ അടുത്ത 2 ആഴ്ചയിൽ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരികയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരികയോ കാണാൻ വരുന്ന കൂട്ടത്തിൽ അവരുടെ ഈ ഒരു ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ. ഇത് ഒരു മാരീഡ് പേഴ്സൺ ആണ്. ഓക്കെ. കാരണം നമ്മൾ സ്പെസിഫിക്കലി തേർഡ് പാർട്ടിയാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നിങ്ങളെ പ്രതിയുള്ള അവരുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടെ അടുത്ത്. മനസ്സിലായില്ലേ? നിങ്ങൾക്കും അവരോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരും ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഈ ഒരു 2 ആഴ്ചയിൽ ഒരു പക്ഷേ ചിലർക്കെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് വന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് ക്വീൻ ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ്.
അത് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇടയിലുള്ള ഒരു തേർഡ് പേഴ്സൺ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്ന ആ ഒരു തേർഡ് പേഴ്സൺ മൂലം നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടായി, ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് വരെ ഉണ്ടായി, വളരെ കാര്യമായ വഴക്കിട്ടിട്ട് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരുന്ന ഒരു സിനാറിയോ അവിടെ ഉണ്ടായി. പക്ഷേ അവർ അത് തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് അടുത്ത 2 ആഴ്ചയിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാവാനുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് കേസ് ബൈ കേസ് സിനാറിയോ ആണ്. അവരവർക്ക് ഏത് റെസനേറ്റ് ആവുന്നു അത് മാത്രം കൺസിഡർ ചെയ്യുക. എല്ലാവർക്കും ഉള്ളതല്ല. ഞാനിത് ഓരോ കാർഡ് കഴിയുമ്പോഴും ഞാനിത് പറയേണ്ട അവസ്ഥയാണ്. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് പറയുമ്പോൾ ദ സൺ, 5 ഓഫ് കപ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ കുറേ റീഡിങ്ങിലായിട്ട് ഞാൻ പറയുന്നതാണ്. ഇവിടെ മദറാണ് ഇഷ്യൂ. ഓക്കെ, മദറാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മദറോ അവരുടെ മദറോ ആയിരിക്കാം. ഓക്കെ, അവരുടെ ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കാതെ ഒരു തടസ്സം വന്നിരിക്കുകയാണ്. അതിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ഇവർ നിങ്ങളുടെ നീക്കങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അതേപോലെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ബിലീഫ്സോ നിങ്ങൾക്കാവാം അവർക്കാവാം കേട്ടോ. അതായത് നമ്മളുടെ അമ്മമാർ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ റിലീജിയസ് ബിലീഫ്സ്, സൊസൈറ്റിയിൽ പെരുമാറേണ്ട രീതി, അല്ല ഇതിങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ നോക്കുന്നത് തെറ്റാണ്, അങ്ങനെ പറയുന്നത് തെറ്റാണ്, അങ്ങനെയൊക്കെ ഒരു നമ്മൾക്ക് നോംസ് നമ്മുടെ അമ്മമാർ പറഞ്ഞു തരുമല്ലോ. ആ ബിലീഫ്സും ഇവിടെ ഒരു കൺട്രോൾ ഇതായിട്ട് വരുന്നുണ്ട്. കാരണം അവർക്കത് മറികടന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മറികടന്ന് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനോ വിഷമമുള്ളൊരു സ്ഥിതി. ഓക്കെ, അമ്മയുടെ കൺട്രോൾ അവിടെ നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു വല്ലാത്ത വിഷമം നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. അത് തരണം ചെയ്ത് വരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ആ കൺട്രോൾ ഇഷ്യൂ അൺഫോർച്ചുനേറ്റ്ലി ഈ 2 ആഴ്ചയും അങ്ങനെ തന്നെ തുടരും എന്നാണ് കാണുന്നത്. അടുത്തത് ദി എംപ്രസ്, 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്. അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളെ പ്രതി വളരെയധികം അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ പ്രതി വളരെ റെസ്പെക്റ്റും ഉണ്ട്. വെച്ചാൽ നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയലാണ്, വൈഫ് മെറ്റീരിയലാണ് എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. നിങ്ങളെ തന്നെ ക്യാരി ചെയ്യുന്ന രീതി, നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ പെരുമാറ്റം, അതുപോലെ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പെരുമാറുന്ന രീതി, ഇവരോട് മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും കൊടുക്കുന്ന കെയർ, ഇവർക്ക് കൊടുക്കുന്ന കെയർ, ഇതെല്ലാം ഇവർ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ആ ഒരു അപ്രീസിയേഷൻ പിന്നീട് ഒരു അട്രാക്ഷനായിട്ട് മാറി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് മാറിയതാണ്. ഓക്കെ, നിങ്ങളെ പ്രതി അവർ വളരെ പൊസസീവാണ്. ഓക്കെ, വളരെ പൊസസീവാണ്. അതേപോലെ പക്ഷെ അവരുടെ മനസ്സിൽ വേറൊരു ചിന്തയും കൂടെ ഉണ്ട്. നിങ്ങളുടെ ഫോക്കസ് കൂടുതലായിട്ടും പൈസ സമ്പാദിക്കുന്നതിലാണ്, പൈസയിലാണ് നിങ്ങളുടെ ഫോക്കസ്, കരിയറിലാണ് നിങ്ങളുടെ ഫോക്കസ് എന്നൊരു ചിന്ത ഇവർക്കുണ്ട്. നിങ്ങൾക്കായിരിക്കാം അവർക്കായിരിക്കാം കേട്ടോ. ഇത് രണ്ട് സിനാറിയോ നിങ്ങൾ വൈസ് വേർസയും എടുത്തോണം. ഇവിടെ ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് അങ്ങനെ തോന്നി അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നി പറയുമ്പോൾ തിരിച്ചുമായിരിക്കാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടാവാം, ഇവിടെ നിന്ന് അങ്ങോട്ടാവാം കേട്ടോ. കാരണം നിങ്ങളിൽ ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എനർജിയും ഈ കാർഡ്സിൽ കാണും. അങ്ങനെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല, കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതും ആവാം. ആ ഫോക്കസ് അല്ലെങ്കിൽ ആ ഒരു പൈസയോടുള്ള ആ ഒരു കൂടുതൽ ഉള്ള ഒരു എഫിനിറ്റി അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നവരുടെ കരിയറിലും പൈസ സേവ് ചെയ്യുന്നതിലും ഒക്കെയാണ്. നിങ്ങളെ പ്രതി ഭയങ്കര പൊസസീവാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതോ ആരടുത്ത് ഇടപഴകുന്നോ ഒന്നും ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. അവരതിന് തീവ്രമായിട്ട് തന്നെ പ്രതികരിക്കും. അതും ഒരു ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സിനാറിയോവും അടുത്ത 2 ആഴ്ചയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അവരുടെ സ്വഭാവത്തിൽ സഡനായിട്ടൊരു മാറ്റമൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് 5 ഓഫ്, അത് ബോട്ടം ഓഫ് ദി ഡെക്കായിരുന്നു. 5 ഓഫ് കപ്സ്, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തിരുന്നു. പേജ് ഓഫ് സ്വാർഡ്സും ഓക്കെ
9 ഓഫ് സ്വാർട്സും ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി, ഡിപ്രഷൻ, നിങ്ങളോ ആവാം അവരോ ആവാം. ഓക്കെ, ഡിപ്രഷൻ എല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉറക്കമില്ലായ്മയുണ്ട്, രാത്രി മൊത്തം എണീറ്റിരിക്കുന്ന ഒരു സ്ഥിതിയൊക്കെയാണ്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്, 24 മണിക്കൂറും ചിന്തകൾ ഇങ്ങനെ, നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ തലയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര സങ്കടത്തിലുമാണ്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറ്റി വിചാരിച്ചിട്ടായിരിക്കണം നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡും ബ്ലോക്ക്ഡ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം നിങ്ങളുടെ പാർട്ട്ണറെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്, അവർക്ക് നിങ്ങളെയും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ബോധേഡാണ് അവരെ പറ്റിയിട്ട്, എന്താണ് അവരുടെ വിശേഷങ്ങളെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ആങ്സൈറ്റി ഉണ്ട്, അവരെന്തുകൊണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആങ്സൈറ്റിന്. കാരണം നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടിയിട്ടില്ല എവിടെയാണ് അവരുടെ ഡെഫിനിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ഓവർ തിങ്കിങ് സിറ്റുവേഷനിൽ കൂടെ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ സിറ്റുവേഷനും അടുത്ത 2 ആഴ്ചത്തേക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി അടുത്ത ഫുൾ മൂൺ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നോക്കുക തന്നെ വേണ്ടി വരും. ഓക്കെ, എനിക്കറിയാം ഇതത്ര വലിയൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് അല്ല എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിനകത്ത് ഒരുപാട് പേരുടെ ലൈഫ്സ് ഇൻവോൾവ് ആണ് അല്ലേ. അപ്പം അതുമല്ല റെസ്പോൺസിബിലിറ്റീസ് 2 സൈഡിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാനൊന്നും ആർക്കും സാധിക്കില്ല, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തോ എതിർത്തോ സംസാരിക്കുകയല്ല, പറയാണ്. അതുകൊണ്ട് റീഡിങ് നെഗറ്റീവായിട്ട് വരുന്നത് എനിക്കില്ലാത്ത പോസിറ്റീവായിട്ട് ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. ചിലരുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അടുത്തേടി വരുന്നുണ്ടെന്ന്. പക്ഷേ എല്ലാവർക്കും ആ സിനാറിയോ അല്ല. ചിലരുടെ കാര്യം ബ്ലോക്കേജ് തന്നെയാണ്. ഓക്കെ, ആ ബ്ലോക്കേജ് മാറാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെയും ഉണ്ട്. അപ്പോൾ ക്ഷമിക്കുക, ആരെങ്കിലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം കാണുന്നത് അതേപോലെ പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഈ കാർഡ്സിനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരുന്ന വിവരം തെറ്റായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് റീഡിങ് അവസാനിപ്പിക്കാം. നമുക്ക് ഈ സിറ്റുവേഷനിലുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് കൂടെ നോക്കിയിട്ട് നിർത്താം. ഓക്കെ, ഡിവൈൻ പ്ലീസ് provide us guidance in this regard. Please provide us with guidance in this regard. Please provide us with guidance in this regard. Unrequited love. There is not enough attraction or chemistry to keep this relationship going. അതാണ് ചിലരുടെ കേസിലെങ്കിലും അവരുടെ അട്രാക്ഷൻ വേറെ ഭാഗത്തേക്കാണ്, നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥ സ്നേഹം ഇല്ലാതായി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതങ്ങ് ലെറ്റ് ഗോ ചെയ്യാമെന്നാണ് ഡിവൈൻ പറയുന്നത്. വെഡ്ഡിങ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ചിലർക്കെങ്കിലും ഒരു മാരേജിൻ്റെ പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ടാകുന്നു. റിട്രീറ്റ്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ്. നിങ്ങൾക്ക് തീരെ എന്താ പറയുക, സ്ട്രെസ്സാണ്, തീരെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് ഒരു യാത്ര പോവുക. പ്രിയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ഒരു യാത്ര പോവുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ചു വരിക. കുറച്ചൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഫ്ലേർട്ട്. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. നിങ്ങൾ ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് തീരെയും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് upbringing and spiritual path. Your love life is influenced by your religious upbringing and spiritual path. അത് ഏതിൻ്റെ നേരെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസിൻ്റെ നേരെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞു തന്നിട്ടുള്ള റിലീജിയസ് മാറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്. അത് തന്നെ അതിൻ്റെ കൺഫർമേഷനാണിത്. ട്രസ്റ്റ്. ദിസ് സിറ്റുവേഷൻ ഇസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. ഞാൻ പറഞ്ഞില്ലേ, കോളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യും എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു മറുപടിയാണത്. ഫെയ്ത്ത് കീപ്പ് ചെയ്യുക എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ 2 കാർഡ് കൂടെ എടുക്കാം. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ചിലർക്കെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്.
എക്സ്പ്രസ് യുവർ ലവ്, ഗോ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്ചർ. ഓക്കെ, നിങ്ങൾക്ക് ആരോടെങ്കിലും താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കാതെ, നമ്മൾ പറഞ്ഞില്ലേ ഒരു 6 of Cups എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുമായിട്ട് ഒരു ലവ് എക്സ്പ്രഷനുമായിട്ട് ചിലർ വരാൻ സാധ്യതയുണ്ടെന്ന്, അതിൻ്റെ കൺഫർമേഷനാണിത്. ലാസ്റ്റ് കാർഡ് സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ചിലർക്കെങ്കിലും ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് എന്നാണ് ഡിവൈൻ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഒരു നെഗറ്റീവ് തോട്ട്സും നമ്മളെ എഫക്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ദൈവത്തിന് എല്ലാം ഏൽപ്പിക്കുക, എല്ലാം നന്നായി തന്നെ വരും. ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.